പരിശുദ്ധ റമദാനിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് തറാവീഹ് നിസ്കാരം. റമദാൻ എന്ന് കേൾക്കുമ്പം തന്നെ തറാവീഹ് എന്നത് അതിൻ്റെ കൂടെ ഒരുമിച്ച് എല്ലാവരും ഓർത്തു പോകും. അത്രയും റമദാനിൽ അറിയപ്പെട്ട ഒരു അമലാണ് തറാവീഹ് നിസ്കാരം. തറാവീഹ് 20 അതിലൊന്നും ഒരു സംശയത്തിനും വകയില്ല. സ്വഹാബാക്കളൊക്കെ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ വലിയ ജമാഅത്തായി തറാവീഹ് നിസ്കാരം നടക്കുന്നുണ്ട്. അള്ളാഹു റസൂലുള്ളാഹിൻ്റെ കാലത്ത് മുത്തുനബി കുറഞ്ഞ ദിവസം തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചു. പിന്നെ അത് നിർബന്ധമാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടും മറ്റും പിന്നെ ജമാഅത്തായി നടന്നിട്ടില്ല. പക്ഷേ തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താന്ന് റസൂലുള്ളാഹ് പഠിപ്പിച്ചു. പക്ഷേ പിന്നീട് മുത്തുനബി ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി പിന്നെ ജമാഅത്തായി നിസ്കാരം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുത്തുനബിൻ്റെ കാലത്തും സിദ്ദീഖ് തങ്ങളുടെ കാലത്തൊക്കെ ഓരോരുത്തരും ഒറ്റക്കായി തറാവീഹ് നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടായി. പിന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഉമർ എന്നൊരു പറഞ്ഞു, ഇനിയിപ്പം ഇവിടെ വേറൊന്നും ഭയപ്പെടാനില്ല, നമ്മൾക്കൊന്നിപ്പോൾ വഹിയും മറ്റും വരുന്ന സംഭവമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി തറാവീഹ് നിർബന്ധമാകുക എന്നുള്ള കേസും മറ്റൊന്നുമില്ല. അതുകൊണ്ട് ആദ്യകാലത്ത് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചതുപോലെ അത് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. അങ്ങനെ മദീന പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുകയാണ്. ഒരുപാട് സ്വഹാബാക്കളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അവർ വലിയ ഖിറാഅത്തും ഹിഫ്ളുള്ള ആളായിരുന്നു. അവരായിരുന്നു തറാവീഹിന് ഇമാമത്ത് നിൽക്കുക. അങ്ങനെ സ്വഹാബാക്കൾ എല്ലാവരും കൂടി നിസ്കരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ നിസ്കരിച്ചത് 20 റക്അത്താണ്. അവിടെ ആയിഷ ബീവി മറ്റ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരൊക്കെ വീട്ടിലുണ്ട്. അവരെ വീട് എന്ന് പറഞ്ഞാൽ മസ്ജിദ് നബവി ഒരു കാലെടുത്ത് വെച്ചാൽ മതി. ഇതിപ്പം പിന്നെ പള്ളിയാണെങ്കിൽ ഈ ഡോറ് തുറന്നാൽ റസൂലുള്ളാഹിൻ്റെ വീടാണ്, ആയിഷ ബീവിൻ്റെ വീടാണ്. അപ്പോൾ ഈ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നത് സ്വഹാബി വനിതകൾ അറിയുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരറിയുന്നുണ്ട്, സ്വഹാബാക്കൾ എല്ലാവരും സാക്ഷികളാണ്. ആരും അതിനെതിർത്തിട്ടില്ല, ഇത്ര റക്അത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് 20 റക്അത്ത്, അതിലൊന്നും തർക്കിക്കേണ്ട ഒരു വകുപ്പുമില്ല. ആ പുണ്യമായ തറാവീഹ് നിസ്കാരം അതൊരു ചിട്ടയിലും മട്ടത്തിലൊക്കെ നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാക്കണം. നമുക്കതിനോടൊരു ആനന്ദവും ഒരു ബഹുമാനവും വേണം. എന്തോ ഒരു കടമ നിർവഹിക്കുക എന്നുള്ള രൂപത്തിൽ ഒറ്റ ശ്വാസത്തിൽ തന്നെ ഒരുപാട് ആയത്തൊക്കെ ഓതി ഒരു തിരക്ക് പിടിച്ച ഒരു ഉന്തും തള്ളുമായി അങ്ങനെയൊന്നും തറാവീഹ് കൊണ്ടുപോകരുത്. അതൊക്കെ ഒരു വൃത്തികേടാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, ഒരു ദുർലക്ഷണം എണ്ണിയ കൂട്ടത്തിൽ വൈദാ കാമു ഇല സ്വലാത്തി കാമു കുസാല. ഒരുപാട് ആളുകളുണ്ട്, നിസ്കാരത്തിലേക്ക് അവർ വന്നാൽ കാമു കുസാല, ഒരു മടിയന്മാരും അതിനോടൊരു ഇഷ്ടമില്ലാതെയും അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ അവർ നിഫാക്കിനെ ഭയപ്പെടണം എന്നാണ് അള്ളാഹു അവിടെ പ്രത്യേകം ബോധ്യപ്പെടുത്തിയത്. തറാവീഹ് റാഹത്തിൽ നിസ്കരിക്കണം എന്നാണ്. അതാ തറാവീഹ് എന്നുള്ള ആ വാചകത്തിൻ്റെ അർത്ഥം തന്നെ. തെറുവീഹത്ത് എന്നത് അതിലുണ്ടല്ലോ, റാഹത്തെ നമ്മൾ സാധാരണ പറയണേ. അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ വിശ്രമിച്ച്, അങ്ങനെയാണ് സ്വഹാബാക്കൾ 20 റക്അത്ത് നിസ്കരിച്ച് ആ കാര്യം പൂർത്തിയാക്കിയത്, ഒരുപാട് സമയമെടുത്തിട്ട്. ആ തറാവീഹുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല സംശയമുണ്ട്. അതിൽ ഇപ്പോൾ പലരും ചോദിച്ചു, തറാവീഹിൻ്റെ ഓരോ 2 റക്അത്തിൽ അത്തഹിയാത്ത് എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന്. അവിടെ അത്തഹിയാത്ത് ഇരിക്കേണ്ടത് നമ്മളെ ഫിഖ്ഹിലൊക്കെ പറഞ്ഞു, ഫത്തുൽ മുഈനിൽ അടക്കം പറയുന്നുണ്ട്, സലാം വീട്ടുന്ന സമയത്തുള്ള അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തിരിക്കണം. ആ തവറുക്കിൻ്റെ ഇരുത്താണ് തറാവീഹിൻ്റെ ഓരോ 2 റക്അത്തിലും ഇരിക്കേണ്ടത്. കാരണം അതിൻ്റെ ഉടനെ സലാം വീട്ടുകയാണ്. പിന്നെ മറ്റൊന്ന് പ്രധാനമായിട്ടും പലർക്കുള്ളൊരു സംശയമാണ്. അതായത് ജീവിതത്തിൽ പലപ്പോഴും ഫർദ് നിസ്കാരമൊക്കെ ഖളാ ഉണ്ടാവും. കാരണത്തോടു കൂടി ഖളാ ഉള്ളത് അതിൻ്റെ മസല വേറെ, പ്രത്യേകിച്ച് കാരണമില്ലാതെ ഖളാ ആയിട്ടും ഉണ്ടാവും. കുറേ നമ്മളെ ജീവിതത്തിൽ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച പലതും ഉണ്ടാവുമല്ലോ. പക്ഷേ റമദാനൊക്കെ ആകുമ്പോൾ ഈ തറാവീഹ് നിസ്കരിക്കാനൊക്കെ അവർക്കൊക്കെ താല്പര്യമുണ്ട്. മറ്റ് പല സമയത്ത് അവർ ഫർദ് നിസ്കാരം ഖളാ വീട്ടുന്നുമുണ്ട്. അതേ സമയത്ത് ഈ തറാവീഹ് നിസ്കരിക്കുന്ന സമയം ഫർദ് ഖളാ ആയിട്ട് ബാധ്യത ഉണ്ടായിരിക്കെ അവർ പിന്നെ തറാവീഹും മറ്റുള്ള സുന്നത്ത് നിസ്കരിക്കൽ പാടുണ്ടോ? അന്നഹു യഹ്റുമു അലൈഹി തതവ്വു എന്നൊക്കെ ഉണ്ടല്ലോ. ഫർദ് കാരണം കൂടാതെ തന്നെ ഖളാ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ സമയങ്ങളൊക്കെ ആ ഫർദ് ഖളാ വീട്ടാൻ ചിലവഴിക്കണം, സുന്നത്തായ നിസ്കാരം വരെ അവർക്ക് ഹറാമാകും എന്നൊക്കെ കിതാബിലുണ്ട്. അപ്പം ഇത് ചിലപ്പം പേടിച്ചിട്ട് പിന്നെ തറാവീഹ് തീരെ നിസ്കരിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ, പലപ്പോഴും ഒരു ഇടങ്ങേറാകണ ഒരു സ്വഭാവം പലരും പരാതിപ്പെടാറുണ്ട്. അഥവാ പള്ളിയിലേക്ക് വരുമ്പം ചില ഉസ്താദുമാർ പറയും, നിങ്ങളൊന്നും തറാവീഹ് നിസ്കരിക്കണ്ട,
ഒക്കെ വല്ല ഇശായും ളുഹുറൊക്കെ ഉണ്ടെങ്കിൽ കളാ വീട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാകുന്ന വെച്ചാൽ ചിലപ്പോൾ അവരവും കേട്ട് പള്ളിയിൽ നിന്നാണ് പോവുക ചെയ്യുക. അവരാ ഫർദും നിസ്കരിക്കൂല, ഈ തറാവിയും നിസ്കരിക്കൂല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ തർക്കങ്ങളും ചർച്ചകളും ഉണ്ടായ സമയം മുമ്പ് നമ്മുടെ പണ്ഡിതന്മാരുടെയൊക്കെ ഉസ്താദുമാരിൽ ഏറ്റവും പ്രധാനിയായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ റംലി എന്ന് പറഞ്ഞാൽ ഇമാം റംലി പറഞ്ഞാൽ അങ്ങട്ടല്ല, നമ്മളെ നാട്ടുകാരനാണ്. പുത്തമ്പള്ളി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ വലിയുല്ലാഹി അവരുടെ ഉസ്താദായ മണലിൽ സൈനുദ്ദീൻ മുസ്ലിയാർ, മണലി എന്ന് പറഞ്ഞാൽ റംലി എന്നാണല്ലോ, അതിലേക്ക് ചേർത്തിട്ട് അറബിയിൽ സൈനുദ്ദീൻ റംലി എന്നാണ് അവരറിയപ്പെടുക. പുത്തമ്പള്ളി നമ്മൾ സിയാറത്തിന് പോയാൽ അവിടുന്ന് കുറച്ചുള്ളൂ ഈ മഹാൻ്റെ മക്ബറയിലേക്ക്. വലിയ പണ്ഡിതനായിരുന്നു, ഒരുപാട് ഉന്നതരായ ശിഷ്യന്മാർ അവർക്കുണ്ട്. അവരോട് ഈ സംശയം മുമ്പ് ചോദിച്ചപ്പോൾ അവരുടെ ഉസ്താദായ ഷെയ്ഖ് സൈനി ദഹ്ലാൻ, മക്കയിലെ മുഫ്തിയായിരുന്ന പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന അവരോടൊക്കെ ബന്ധപ്പെട്ട് ആ വിഷയത്തിന് മറുപടി നൽകി. അതിൽ കാണാൻ അത്തരം ആളുകളെ തറാവീഹിനെ തൊട്ട് തടയണ്ട, അവർ തറാവീഹ് നിസ്കരിക്കട്ടെ, അത് ചെയ്തു കൊള്ളട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ റംലി ആ വിഷയത്തിന് മറുപടി പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബേജാറിലൊന്നും നമ്മളകപ്പെട്ട് പാറയെ തറാവീഹ് ഒഴിവാക്കേണ്ട അവസ്ഥയല്ല. അതേസമയം ഫർദ് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണണം. ഖളാ ഉള്ളത് ഖളാ വീട്ടാൻ നമ്മൾ സമയം കാണണം, അതുമായി ബന്ധപ്പെടുകയും വേണം. അതോടൊപ്പം നമ്മുടെ ഉന്നതരായ പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞതൊക്കെ ഉള്ളതുകൊണ്ട് തറാവീഹിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പങ്കെടുക്കാം, അവരത് നിസ്കരിക്കട്ടെ എന്നതാണ് അവരൊക്കെ അതിൽ നമുക്ക് മറുപടി നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും പകലും രാവും വളരെ ബഹുമാനത്തിലും ആദരവിലും കഴിഞ്ഞുകൂടാൻ നമ്മൾ തയ്യാറാകണം. നമ്മളിന്നും ഒരു നോമ്പ് തുറക്കുള്ള യാത്രയിലാണ്. ഇന്നിവിടെ ചാലിയത്താണ്, ചാലിയം പരിസരത്ത് നോമ്പ് തുറക്ക് പോകാണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്നത് വളരെ ചരിത്രമുള്ള ഒരു പ്രധാനപ്പെട്ട പള്ളിയിലാണ്. ചാലിയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാലിക് ദീനാറും കൂട്ടരും കേരളത്തിൽ 10-12ഓളം പള്ളികൾ പണിതു. അതിൽ ഒന്ന് ചാലിയത്താണ്. ആ പള്ളി ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെയായിരുന്നു. ആ പുരാതന പള്ളി പോർച്ചുഗീസുകാരൊക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറ്റം നടത്തിയ സമയത്ത് ആ പഴയ പള്ളി സ്വഹാബത്ത് പണിത, താബികൾ പണിത ആ പള്ളി പൊളിച്ചു. അതിൻ്റെ സ്ഥാനത്ത് പുതുക്കി പണിത പള്ളിയാണ് ഈ പള്ളി. ചാലിയം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സാഹിലു യം എന്നായിരിക്കും, അത് അറബികൾ പറഞ്ഞ പേരായിരിക്കും. ബഹറിൻ്റെ കര, സാഹില് കര, എമ്മ് ബഹർ, ബഹറിൻ്റെ കരയാണല്ലോ. അത് നമ്മളെ പഴയ ആൾക്കാർ സാന്ന് പറയുമ്പോൾ ചാന്ന് പറയുമല്ലോ, ഒത്താൻ എന്നല്ല ഒസാൻ എന്നൊക്കെ പറയാം. ഹസൻകുട്ടി അത്തൻകുട്ടി എന്നൊക്കെയാണല്ലോ പറയുക, ഹസൻ. എന്നമാതിരി സാഹിലു യം എന്നുള്ളത് സാന്നൊക്കെ അവർ ചായക്ക് ഉച്ചരിച്ച് അത് ലോപിച്ച് ചാലിയം എന്നതായിരിക്കും ആ വാക്കിൻ്റെ ഒരു ആദ്യ രൂപം എന്നാണ് അനുമാനിക്കുന്നത്. ഏതായാലും അത്രയും മുബാറക്കായ സ്ഥലം, ഒരുപാട് മഹാന്മാരുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഒരുപാട് ഖാദിമാർ, കോഴിക്കോട്ടെ ഖാദിമാരൊക്കെ അവരുടെ ജന്മവും അവരൊക്കെ ദർസ് നടത്തിയതും ഇവിടെയായിരുന്നു. ബഹുമാനപ്പെട്ട പൊന്നാനി സൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾ പഠിച്ച സ്ഥലം കൂടിയാണ് ചാലിയം. ഈ മുബാറക്കായ ഭൂമി അള്ളാഹു ആ മഹാന്മാരെ നോട്ടൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ. ഈ പള്ളിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയ സ്തൂപം കാണാം. അത് പഴയ കാലത്ത് നിസ്കാരം ക്ലോക്ക് ഇല്ലല്ലോ, അപ്പോൾ അന്ന് സൂര്യൻ്റെ നിഴൽ നോക്കിയിട്ടാണ് അത് കണക്കാക്കുക. നമ്മുടെ അമ്മമാരൊക്കെ അടിക്കണിക്ക എന്നൊക്കെ പറയുമല്ലോ, ഇടവമ്മ ചിങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്തൂപത്തിൻ്റെ നിഴൽ നോക്കി അതിന് പ്രത്യേകമായ കണക്കും കാര്യങ്ങളുണ്ട്, അതിന് സ്ഥാപിക്കപ്പെട്ടതാണത്.